ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നൈസുള്ളൊരു കുട്ടിയുടെ ഫ്രോക്കാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ലൈനിങ് ഇട്ടാണ് തയ്ക്കണത്. അപ്പോൾ ആദ്യം ലൈനിങ്ങിലാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. ഇതിൻ്റെ ബോഡി പാർട്ടാണ് ആദ്യം വെട്ടിയെടുക്കുന്നത്. അതിനായിട്ട് തുണി 4ആയിട്ട് മടക്കിയെടുക്കാം. ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് 22 ഇഞ്ചാണ്. 22 ഇഞ്ച് വണ്ണത്തിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസിന് വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ 24 ഇഞ്ച് വണ്ണം. അതിൻ്റെ 4/1 6 ഇഞ്ച് എടുക്കണം. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് എടുക്കാം. ഇതിൻ്റെ ബോഡി ഇറക്കം വരുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നതുകൊണ്ട് 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുകയാണ്. ഒരു ഷോൾഡർ 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. കൈക്കുഴി 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അവിടെ ഒരു ബോക്സ് വരച്ചെടുക്കാം. അതിൻ്റെ പകുതിയിൽ നിന്ന് ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. ഇതിൻ്റെ കഴുത്തകലം വരുന്നത് 2.5 ഇഞ്ചാണ്. കഴുത്തിറക്കം വരുന്നതും 2.5 ഇഞ്ചാണ്. അവിടെ ഒരു ബോക്സ് വരച്ചെടുക്കാം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരുപാട് കുഴിക്കാതെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. വേസ്റ്റിൻ്റെ വണ്ണത്തിനായിട്ട് 1 ഇഞ്ച് ഇപ്പുറത്തോട്ട് നീക്കി മാർക്ക് ചെയ്യും. അവിടെ നിന്ന് കൈക്കുഴി അവിടേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഫ്രോക്ക് ഇട്ട് കഴിയുമ്പോൾ വേസ്റ്റ് നല്ല ലെവലായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് 1 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിൻ്റെ അടിവണ്ണത്തിൻ്റെ ഏകദേശം പകുതിയിൽ നിന്ന് ആ 1 ഇഞ്ചിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കും. ഇനി ആ മാർക്ക് ചെയ്തതിൽ കൂടെ ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കാം. കഴുത്ത് വെട്ടുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറിപ്പോകാതെ നോക്കണം. കൈക്കുഴി വെട്ടുമ്പോഴും അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകാതെ നോക്കണം. ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വെട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പാർട്ട് വെട്ടുന്നതിനായിട്ട് ലൈനിങ് തന്നെ വെട്ടിയെടുക്കാം. അതിനായിട്ട് തുണി 4ആയിട്ട് മടക്കിയെടുക്കാം. സ്കേർട്ട് ഭാഗത്തിൻ്റെ ഇറക്കം വരുന്നത് 12 ഇഞ്ചാണ്. ലൈനിങ്ങിൽ 12 ഇഞ്ച് തന്നെ എടുത്താൽ മതി. സ്കേർട്ടിനായിട്ട് 2 പീസ് വേണം. 12 ഇഞ്ചിൻ്റെ 2 പീസ് വെട്ടിയെടുക്കുക. 44 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ലൈനിങ്. ലൈനിങ്ങിൽ വെട്ടിയെടുത്തതിന് ശേഷം അത് വെച്ചിട്ട് നല്ല പീസിൽ വെട്ടിയെടുക്കണം. ഇതിൽ ഫ്രണ്ട് യോക്ക് വരുന്നത് ഡിസൈനുള്ള തുണിയാണ്, നെറ്റിൻ്റെ തുണിയാണ്. ആദ്യം തന്നെ ഈ നെറ്റിൻ്റെ തുണിയിൽ ലൈനിങ്ങിൻ്റെ പീസ് വച്ചിട്ട് വെട്ടിയെടുക്കുക. ഫ്രണ്ട് പീസ് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അടിച്ചതിന് ശേഷം ബാക്കിയുള്ളത് വെട്ടിക്കളയണം. ഫ്രണ്ടിലെ പീസ് വെട്ടിയെടുത്ത് ഇനി ബാക്കിലെ പീസ് വെട്ടിയെടുക്കണം. അതിനായിട്ട് ജോർജറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തുണി 2ആയിട്ട് മടക്കിയെടുക്കുക. ഇത് ലൈനിങ്ങിൻ്റെ കളറിന് ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഫ്രണ്ട് പീസിലേക്കും ജോർജറ്റിൽ നിന്ന് ഒരു പീസ് വെട്ടിയെടുക്കണം. ബാക്ക് പീസിനായിട്ട് ലൈനിങ് വെട്ടിയത് വെച്ച് നമുക്കത് വെട്ടിയെടുക്കാം. വെട്ടിയത് അടിച്ച് കഴിയുമ്പോൾ ബാലൻസ് വെട്ടിക്കളയാം. ഇതിൻ്റെ സ്കേർട്ട് ഭാഗത്തിനായിട്ട് 12 ഇഞ്ചാണ് വേണ്ടത്. 12 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പിനും മടക്കിയടിക്കുന്നതിനായിട്ട് 1 ഇഞ്ച് കൂട്ടി 13 ഇഞ്ച് എടുക്കാം. ഇതിൻ്റെ സ്കേർട്ട് ഭാഗം പ്ലീറ്റ്സ് ഇട്ടാണ് തയ്ക്കുന്നത്. അപ്പം നല്ല പ്ലീറ്റ്സ് കിട്ടുന്നതിനായിട്ട് ജോർജറ്റിൻ്റെ 4 പീസ് 13 ഇഞ്ചിൻ്റെ 4 പീസ് വെട്ടിയെടുക്കണം. ഇനി ഉടുപ്പ് അടിച്ച് തുടങ്ങാം. അതിനായിട്ട് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ ആദ്യം ലൈനിങ് പീസ് വയ്ക്കാം. അതിൻ്റെ മുകളിൽ ജോർജറ്റിൻ്റെ ഒരു പീസ് വയ്ക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നല്ല പീസ് ഡിസൈനുള്ള നെറ്റ് പീസ് വയ്ക്കാം. ഇത് 3ഉം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം ബാക്കി വരുന്ന പീസ് വെട്ടിക്കളയാം.
ഇത് 3 പീസ് ഉണ്ടല്ലോ, 3 പീസ് അടിക്കുന്ന സമയത്ത് മാറിപ്പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാനായിട്ട് അതിനകത്ത് നമുക്കൊരു 3 പീസിലും കൂടി പിന്ന് കുത്തി വയ്ക്കാം. ഇങ്ങനെ പിന്ന് കുത്തിയതിന് ശേഷം അടിക്കുകയാണെങ്കിൽ അതിൻ്റെ നെക്കിൻ്റെയൊക്കെ ഷേപ്പൊക്കെ ഒന്നും മാറിപ്പോകാതെ കറക്റ്റ് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. പിൻ ചെയ്തതിന് ശേഷം അത് അടിച്ചെടുക്കാം. നെക്കും കൈക്കുഴിയൊക്കെ എല്ലാം അതിനകത്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം ആ പിന്നെല്ലാം അതിൽ നിന്ന് അഴിച്ചു മാറ്റാം. അതിനകത്ത് ബാലൻസ് കുറേ പീസുകൾ കിടക്കുന്നുണ്ടല്ലോ, അത് എല്ലാം അതിൽ നിന്ന് വെട്ടി മാറ്റിയെടുക്കാം. ഫ്രണ്ട് പീസിൽ ലൈനിങ് കൂട്ടിയടിച്ച് ബാക്കി പീസൊക്കെ വെട്ടി മാറ്റി വെച്ച് ഇനി ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് എടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്, സിബ് വയ്ക്കാനുള്ളതായതുകൊണ്ട്. ബാക്ക് പീസിൻ്റെ 2 പീസും ലൈനിങ് വെച്ച് കൂട്ടിയടിച്ചെടുക്കാം. ബാക്കി വന്ന പീസൊക്കെ വെട്ടിക്കളയാം. ബാക്ക് പീസിൻ്റെ 2 പീസും ലൈനിങ് വെച്ച് കൂട്ടിയടിച്ചെടുക്കാം. ബാക്കി വന്ന പീസൊക്കെ വെട്ടിക്കളയാം. ബാക്ക് പീസിൻ്റെ ലൈനിങ് കൂട്ടി അടിച്ചതിന് ശേഷം അതിൽ സിബ് പിടിപ്പിക്കണം. സിബ് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂട്ടി യോജിപ്പിക്കണം. അതിൻ്റെ നെക്കിലും കൈക്കുഴിയിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വെട്ടിയെടുക്കണം. ക്രോസ് പീസ് വെട്ടിയെടുത്തത് അത് കൈക്കുഴിയിൽ 1/4 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചു പിടിപ്പിക്കാം. അങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം അത് ആ ക്രോസ് പീസിൻ്റെ മുകളിൽ കൂടെ പതിച്ചടിച്ചെടുക്കാം. അതിനുശേഷം അത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അടിച്ചെടുക്കണം. അതുപോലെ അതിൻ്റെ നെക്കും അടിച്ചെടുക്കണം. ഫ്രോക്കിൻ്റെ താഴോട്ടുള്ള ഭാഗം ചെറിയ ചെറിയ ഞെറിവുകൾ ഇട്ട് കൊടുക്കണം. ഞെറിവിടുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് കുറച്ച് തള്ളി വെച്ചിട്ട് വേണം ഇടാൻ, കുറച്ച് വീതിയിൽ. പുറത്തേക്ക് അധികം വീതി വേണ്ട. അങ്ങനെയാണെങ്കിലാണ് അത് നല്ല ഭംഗിയിൽ ഞെറിവായിട്ട് കിടക്കുകയുള്ളൂ. ഇതിപ്പോൾ നല്ല രീതിയിൽ ഞെറിവൊക്കെ ഇട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മളതിൻ്റെ ബോഡി പാർട്ട് വെച്ചടിക്കാം. ആദ്യം നമുക്കതിൻ്റെ ഫ്രണ്ട് പീസ് വെച്ചടിക്കാം. ശേഷം അതിൻ്റെ ബാക്കിലെ പീസും വെച്ചടിക്കണം. ഇനി ഇതിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി കൈക്കുഴിയുടെ അവിടെ കൂട്ടി യോജിപ്പിക്കണം. അതിക്ക് മുമ്പ് ഇതിനകത്ത് ഒരു വള്ളി വെക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അതിനായിട്ടൊരു വള്ളി അടിച്ചെടുക്കാം. വള്ളി അടിച്ച് മറിച്ചെടുത്ത് അതിൻ്റെ ആ യോക്ക് ഭാഗത്തായിട്ട് ഞെറു പിടിപ്പിച്ചതിൻ്റെ മുകളിലായിട്ട് പിടിപ്പിക്കണം. വള്ളി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കും ഫ്രണ്ടും കൂട്ടി യോജിപ്പിക്കാം. കൈക്കുഴിയുടെ അവിടെ കറക്റ്റായിട്ട് വരണം. പിന്നെ യോക്ക് പിടിപ്പിച്ചതിൻ്റെ അവിടെ കറക്റ്റ് ലെവൽ തന്നെ വരണം. അങ്ങനെ അടിച്ചെടുക്കാം. യോക്ക് ഭാഗം കഴിഞ്ഞിട്ട് കുറച്ച് മാത്രം ലൈനിങ്ങും നല്ല പീസും കൂടി കൂട്ടിയിടിക്കണം.
അതിനുശേഷം നല്ല പീസ് മാത്രം ആദ്യം അടിച്ചെടുക്കുക. നല്ല പീസ് അടിച്ചതിന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കുറച്ച് നീക്കിയിട്ടിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ അടിച്ച് എടുക്കുക. ലൈനിങ്ങിൽ മാത്രം അടിച്ചെടുക്കണം. ജോർജറ്റിൻ്റെ പീസിൽ അടിച്ചതിന് ശേഷം ലൈനിങ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് മടക്കിയടിക്കണം. ചെറുതായിട്ട് മടക്കിയടിച്ചാൽ മതി. ഇന്നീ സ്കേർട്ടിൻ്റെ ജോർജറ്റിൻ്റെ ഭാഗം മടക്കിയടിക്കണമല്ലോ. അതിനായിട്ട് അത് എടുത്ത് അതിൻ്റെ അടിയിലൊന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് ഉരുട്ടി കൊടുക്കണം. ഉരുട്ടി കൊടുത്തതിന് ശേഷം അത് അടിച്ചെടുക്കണം. ജോർജറ്റിൻ്റെ തുണിയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉരുട്ടി അടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടി നല്ല ഭംഗിയിലായിട്ടിരിക്കും. ഇപ്പോൾ ഫ്രോക്ക് ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞു.